ഒപ്പം സിനിമ എടുക്കുന്ന സമയത്ത് ഊട്ടിയിൽ നിന്ന് പ്രിയന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ലിസിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ഇപ്പോൾ പ്രിയൻ ഈ കുടുംബ ബന്ധത്തിന്റെ ഒരു തകർച്ചയ്ക്ക് ശേഷം എടുത്ത ഒരു സിനിമ എന്ന നിലയിൽ ഇപ്പോൾ പ്രിയൻ ഈ കുടുംബ ബന്ധത്തിന്റെ ഒരു തകർച്ചയ്ക്ക് ശേഷം എടുത്ത ഒരു സിനിമ എന്ന നിലയിൽ എന്തെങ്കിലും വ്യത്യാസം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ നക്ഷത്രദീപങ്ങൾ തിളങ്ങി. ഇപ്പോൾ പ്രിയൻ ഈ കുടുംബ ബന്ധത്തിന്റെ ഒരു തകർച്ചയ്ക്ക് ശേഷം എടുത്ത ഒരു സിനിമ എന്ന നിലയിൽ എന്തെങ്കിലും വ്യത്യാസം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അതിലെ ഒരു വാക്ക് അങ്ങ് പിൻവലിക്കണം. അതിലൊരു തകർച്ച എന്നുള്ള കൊടുകൈ. പിന്നെ യു ആർ ഡിസൈഡിങ് യുവർ ഓൺ ലൈഫ് എന്നാണ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിനെ തീരുമാനിക്കേണ്ടത്. അതാണ് ഒരാളുടെ മനോഹരമായ ഫിലോസഫി. മൊത്തം കുഴപ്പമില്ലെന്നോ? അദ്ദേഹത്തിന്റെ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് അവർ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പോയി സംസാരിക്കാറില്ല. അത് കാര്യം എന്തറിയോ, നമ്മൾ കറിഞ്ഞുകൂടാത്തൊരു മേഖലയാണ്. കാല് പിടിക്കേട്ടാ, സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കട്ടാ. അപ്പോ അങ്ങയുടെ ശരിക്കുള്ള സ്വഭാവം അല്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പൊ നമ്മള് ഒരാളുടെ ഒരു പ്രോബ്ലത്തിൽ പോയി ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കുന്നതിന് പകരം ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, ഉണ്ടാക്കരുത്, എനിക്ക് വയ്യ.